إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരിൽ ചേർത്ത് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം വളരെ പ്രാധാന്യപൂർവം നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഒരു പരമപ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് സിലത്തുൽ അർഹാം എന്ന അറബിയിൽ പറയുന്ന കുടുംബബന്ധം ചേർക്കുക എന്ന മഹത്തായ വിഷയം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിനോട് തുടർന്നുകൊണ്ട് കുടുംബ ബന്ധങ്ങളുടെ കാര്യവും നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം സൂറത്തുൻ നിസാഇന്റെ പ്രഥമ വചനത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ വല്ലർഹാമ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുകയും. ആരാണ് അർഹാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? കുടുംബക്കാർ, കുടുംബ ബന്ധുക്കൾ എന്നുള്ളത് കൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും ഓരോ വ്യക്തികളുടെയും മാതാവ് വഴിക്കുള്ള കുറെ ബന്ധങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ പിതാവ് വഴിക്കുള്ള കുറെ ബന്ധങ്ങൾ ഉണ്ടാകും. നമ്മുടെ എളാപ്പമാർ, മൂത്താപ്പമാർ, ഇളയുമ്മമാർ, മൂത്തമ്മമാർ, അമ്മാമന്മാർ, അമ്മായിമാർ, ഇങ്ങനെ ആ ബന്ധത്തിന്റെ വിപുലത അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അതിന്റെ പുറമെ ഒരാൾ വിവാഹിതനാകുമ്പോൾ ആ വൈവാഹികമായ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധങ്ങളുമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് നിൽക്കുന്നതാണ് അൽ-അഖാരിബ് അല്ലെങ്കിൽ റവുൽ അർഹാം എന്നൊക്കെ പറയപ്പെടുന്ന വിശാലമായ അർത്ഥത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ. ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെയാണ് കുടുംബ ബന്ധങ്ങളെ നിലനിർത്തുന്ന വിഷയം പഠിപ്പിച്ചിട്ടുള്ളത്. ഈമാനുമായിട്ടാണ് അതിനെ കണക്ട് ചെയ്ത് പറഞ്ഞത്. നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന് അത് അനിവാര്യമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിനെയും പരലോകത്തെയുമൊക്കെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവന്റെ കുടുംബ ബന്ധത്തെ അവൻ ചേർക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ കുടുംബബന്ധം ചേർക്കണം. ഇനി അത് മാത്രമല്ല, സ്വർഗലബ്ധി കിട്ടണോ? കുടുംബബന്ധം ചേർക്കുന്നത് കൊണ്ട് സ്വർഗം ലഭിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം പ്രചരിപ്പിക്കണം. വാതഇമു തആം, നിങ്ങൾ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകണം.
വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ ചേർക്കണം. വസല്ലൂ ബില്ലൈൽ വന്നാസു നിയാം, നിങ്ങൾ രാവുകളിൽ നമസ്കരിക്കണം, ആളുകൾ ഉറങ്ങിക്കിടക്ക്. തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടെ സുരക്ഷിതത്തോടെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഒന്നാമത് പറഞ്ഞു മുഅ്മിനാകണോ, കുടുംബ ബന്ധം ചേർക്കണം. രണ്ടാമത് പറഞ്ഞത് സ്വർഗം കിട്ടണോ, കുടുംബ ബന്ധം ചേർക്കണം. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബന്ധം ചേർക്കൽ പകരത്തിന് പകരം ചേർക്കലാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക, ബന്ധങ്ങളെ ചേർക്കുക എന്നൊക്കെ പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചത് എന്നോടെങ്ങനെയാണോ എന്റെ ബന്ധുക്കൾ അങ്ങനെ ഞാനുമാണ് അവരോട്. ഇതാണ് കുടുംബ ബന്ധം ചേർക്കൽ എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഇത് ശരിയല്ല. അതിന്റെ പേര് കുടുംബബന്ധം ചേർക്കൽ എന്നല്ല, അതിന്റെ പേര് പകരത്തിന് പകരം ചെയ്യൽ എന്നാണ്. എന്നോട് നല്ല നിലക്കാണോ എന്റെ ബന്ധുക്കൾ, എന്നാൽ ഞാനും അങ്ങനെയാണ്. എന്നോട് മിണ്ടാറില്ലേ, എന്നെ സന്ദർശിക്കാറില്ലേ, ഞാനുമായി ബന്ധമില്ലേ, എന്നാൽ ഞാനും അങ്ങനെയാണ്. അതിന് കുടുംബബന്ധം ചേർക്കൽ എന്ന് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ വാസിലു ബിൽ മുകാഫി, ഇങ്ങോട്ടെങ്ങനെയാണോ അങ്ങോട്ടും ഞാൻ അങ്ങനെയാണ് എന്ന് പറയലല്ല കുടുംബബന്ധം ചേർക്കുന്നവന്റെ ലക്ഷണം. വലാകിന്നൽ വാസിൽ, പിന്നെ ആരാണ് കുടുംബബന്ധം ചേർക്കുന്നവൻ? ഇദാ ഖുതിഅത റഹിമുഹു, ഒരാളുടെ കുടുംബബന്ധങ്ങൾ ഇങ്ങോട്ട് വിച്ഛേദിക്കപ്പെട്ടു, ഇങ്ങോട്ട് മിണ്ടുന്നില്ല, പ്രവേശിക്കുന്നില്ല, അന്വേഷണമില്ല, ബന്ധങ്ങളില്ല, സന്ദർശനങ്ങളില്ല, അങ്ങനെയൊക്കെ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോടും അവൻ എന്ത് ചെയ്യുന്നു? അവൻ അങ്ങോട്ട് ബന്ധം ചേർക്കുന്നു. വസലഹ, അതാണ് വാസ്തവത്തിൽ കുടുംബബന്ധം ചേർക്കൽ. അതിനിത്തിരി പ്രയാസവുമുണ്ട്. അതിന് ശൈത്താൻ സമ്മതിക്കാറുമില്ല. എനിക്കെന്താ കുറവ്, അവരെക്കാൾ എനിക്കെന്താ ഇവിടെ ന്യൂനത, ഇങ്ങോട്ട് വരട്ടെ അപ്പോൾ അങ്ങോട്ടും, ഇങ്ങോട്ടുണ്ടോ അങ്ങോട്ടുമുണ്ട്, അല്ലെങ്കിൽ ഞാനില്ല. ഇത് യഥാർത്ഥ മുഅ്മിനിന്റെ ലക്ഷണമല്ല. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോടും അങ്ങോട്ട് ബന്ധം നിലനിർത്തുന്നതിന്റെ പേരാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നതിന് കുറച്ച് പ്രയാസമുണ്ട് എന്നുള്ളതിനനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ചില പ്രത്യേകം പുണ്യവും അള്ളാഹു തആല ഓഫർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു സഹാബി കയറി വന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, എനിക്ക് ചില കുടുംബ ബന്ധക്കാരുണ്ട്, എന്റെ ബാപ്പ വഴിക്ക്, ഉമ്മ വഴിക്ക്, വിവാഹബന്ധം വഴിക്കൊക്കെയുള്ള ബന്ധുക്കളുണ്ട്. ഞാൻ അവരുമായി നല്ല നിലക്കാണ് എപ്പോഴും ഇടപഴകാറുള്ളത്, നല്ല സമീപനമാണ് ഞാൻ അവരോട്. പക്ഷേ ഞാൻ അവരോട് എത്ര നന്മയിൽ അങ്ങോട്ട് ഇടപെട്ടാലും സഹവസിച്ചാലുമൊക്കെ ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിക്കുകയും വളരെ മോശമായ പെരുമാറ്റവുമാണ് ഞാൻ കണ്ടുവരുന്നത്. ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ അപകടമെല്ലാം അവർക്കാണ്, ഗുരുതരമായ ഭവിഷ്യത്തുകൾ അവർക്കാണ് വരാനുള്ളത്. നീ ഒരിക്കലും ബന്ധം വിച്ഛേദിക്കരുത്. നീ അങ്ങനെ ബന്ധം അവർ മുറിക്കുമ്പോഴും നീ ചേർത്തുകൊണ്ട് ഇരിക്കുമ്പോഴൊക്കെ ലാ യസാലു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് മഅക, നിന്റെ കൂടെ ഉണ്ടാകും, ലഹീറുൻ അലൈഹിം, അവർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ നിനക്ക് ക്ഷമ നൽകുവാനും അല്ലാഹുവിങ്കൽ നിന്ന് നിനക്ക് ബറക്കത്തുകൾ ധാരാളമായി ലഭ്യമാകുവാനുമൊക്കെ ഒരു സഹായി, അല്ലാഹുവിന്റെ ഒരു പ്രത്യേക സഹായി നിന്റെ കൂടെ അല്ലാഹു നിശ്ചയിച്ചു തരും. മാ ദുംത അലാ ദാലിക, നീ നല്ല ഇടപെടൽ നിലനിർത്തുമ്പോഴെല്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മിൽ എത്ര പേർക്ക് അതിന് സാധിക്കാറുണ്ട്? ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കുക, എന്നോട് ബന്ധം മുറിച്ചവരോട് പിന്നെ ഞാനും വർഷങ്ങളോളം അങ്ങനെയാണോ? ഞാൻ യഥാർത്ഥ മുസ്ലിം അല്ല, ഞാൻ യഥാർത്ഥ മുഅ്മിനല്ല, ഞാൻ എന്റെ റബ്ബിനോട് ചേർക്കണം എന്ന് പറഞ്ഞ ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്നവനല്ല, അത് കട്ട് ചെയ്യുന്നവനാണ്. ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നവർക്കാണ് ജന്നത്തുള്ളതെങ്കിൽ ആ ബന്ധങ്ങളെ കട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് ജഹന്നമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ,
ഈ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ കാവൽ നമുക്ക് ലഭിക്കണമെങ്കിൽ അവിടുന്ന് പ്രത്യേകം റബ്ബ് നമ്മോട് ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആര് കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നുവോ ഞാൻ അവനോട് സദാ ബന്ധം നിലനിർത്തും. ആരാ പറയുന്നത്? റബ്ബ് പറയാണ്. കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവരാരൊക്കെയുണ്ടോ അവരുമായി ഞാൻ സദാ ബന്ധമുണ്ടാകും. അള്ളാഹുവിന്റെ ബന്ധം നമ്മിലേക്ക് എപ്പോഴും നിലനിന്ന് കിട്ടിയാൽ അതിലേറെ സൗഭാഗ്യം ഇനി ഏതാണ് സഹോദരങ്ങളെ നമുക്ക് ലഭ്യമാകുവാനുള്ളത്? അതേ അവസരത്തിൽ ആരെങ്കിലും ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞാൽ ഞാനും അവനോട് ബന്ധം മുറിക്കുമെന്ന് അള്ളാഹു അറിയിച്ചതായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങൾ എപ്പോഴും നിലനിർത്തലും അതിനെ കൊണ്ടു നടക്കലും അതിങ്ങനെ സൂക്ഷ്മതയോടെ താവഴിയായിക്കൊണ്ട് നിലനിർത്തലുമൊക്കെ ഒരു മുസൽമാൻ എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ കടമയാണ്. അതിനാദ്യം എന്ത് വേണം? എവിടെയാണ് കുടുംബ ബന്ധങ്ങളൊക്കെ ഉള്ളത് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം. അത് നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്കറിയാം? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്ക്. എനിക്ക് എന്റെ എത്ര ബന്ധങ്ങളെ അറിയാം? എന്റെ വാപ്പ വഴിക്ക് എത്ര ബന്ധങ്ങളുണ്ട് എനിക്ക് പറയാൻ സാധിക്കുമോ? ഉമ്മ വഴിക്ക് എവിടെയെല്ലാം ബന്ധങ്ങൾ പരന്നു കിടക്കുന്നു എനിക്ക് പറയാൻ സാധിക്കുമോ? നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് പ്രായമുള്ളവരും പക്വതയെത്തിയവരും ചിന്തിക്കുക, നമുക്ക് പോലും എത്ര പറയാൻ സാധിക്കും? എങ്കിൽ അതിന്റെ ഒരു 20% ന്യൂ ജനറേഷന് പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു പക്ഷേ നമ്മുടെ മുത്തമ്മയുടെ മക്കള്, ഇളമയുടെ മക്കള്, അമ്മായിയുടെ മക്കള് എന്നൊക്കെ പറഞ്ഞു പലരുമായും ഒരുപക്ഷെ ഇപ്പോഴും ബന്ധമുണ്ടാകും. ഇപ്പോഴും ബന്ധമില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അടുത്ത ഒരു തലമുറ, ന്യൂ ജനറേഷൻ എന്നറിയപ്പെടുന്ന ആളുകൾക്ക് അത്ര പോലും ബന്ധങ്ങളില്ലാതായിരിക്കുന്നു. ഇതാണോ നമ്മുടെ സംസ്കാരം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅല്ലമൂ മിൻ അൻസാബിക്കും, തഅല്ലമൂ മിൻ അൻസാബിക്കും. നിങ്ങളുടെ നസബകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ പരമ്പര. പാപ്പയാര്, പാപ്പയാര്, ആരൊക്കെയാണ് എന്റെ ഉപ്പയുടെ ബന്ധുക്കൾ, ഉമ്മ വഴിക്കുള്ള ബന്ധുക്കൾ, അവരിന്ന് എവിടെയൊക്കെ ജീവിച്ചിരിക്കുന്നു, അവർക്ക് എത്ര മക്കളുണ്ട്, അവരെവിടെയാണ് നിവസിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, നീ അറിയണം. തഅല്ലമൂ മിൻ അൻസാബിക്കും. നിങ്ങളുടെ കുടുംബ ബന്ധ പരമ്പരകളെ നിങ്ങൾ പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എത്രത്തോളം നിങ്ങൾ പഠിക്കണം? ഹദീസിന്റെ വാചകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, മാ തസിലൂന ബിഹി യർഹമക്കും. നിങ്ങളുടെ രക്തബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ഒക്കെ ഇസ്ലാം അനുശാസിക്കുന്ന വിധത്തിൽ ചേർത്ത് മരണം വരെ നിങ്ങൾക്കത് കൊണ്ടു നടക്കുവാൻ ആവശ്യമായ തോതിൽ നിങ്ങൾ ആ ബന്ധങ്ങളെയൊക്കെ പഠിച്ചു വെക്കണം. നിങ്ങളുടെ മക്കൾക്കത് പഠിപ്പിച്ചു കൊടുക്കണം. എന്താ കാരണം? കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് മഹബ്ബത്തുൻ ഫിൽ അഹ്ലി, അത് കുടുംബങ്ങൾക്കിടയിൽ സ്നേഹത്തെ എപ്പോഴും നിലനിർത്തുന്ന ഒരു കാര്യമാണ്. കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ അതുകൊണ്ടുള്ള ഒന്നാമത്തെ ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുടുംബക്കാർക്കിടയിൽ നല്ല മഹബ്ബത്തായിരിക്കും എപ്പോഴും. മസറാത്തുൻ ഫിൽ മാലി, കണ്ടോ, ദുനിയാവിൽ തന്നെ കിട്ടുന്ന മറ്റൊരു ഗുണമാണ് മസറാത്തുൻ ഫിൽ മാലി. കുടുംബ ബന്ധം ചേർക്കുന്നവരുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അവന് സമ്പത്ത് കൂടും, അവനുള്ള സമ്പത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകും, ബറക്കത്ത് നൽകും. അതേപോലെ തന്നെ വമൻസാത്തുൻ ഫിൽ അസരി, ജീവിച്ചിരിക്കുന്ന അവന്റെ ആയുഷ്കാലത്തിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയും. ദീർഘായുസ് ലഭിക്കുമെന്ന് പറയും നമ്മൾ. ആയുസ്സിൽ ബറക്കത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുക. എത്ര പ്രായം ചെന്നാലും കണ്ണിനും കാതിനും മനസ്സിനുമൊന്നും തകരാറുകൾ സംഭവിക്കാതെ ആയുഷ്മാനായി ആയുഷോടുകൂടി ജീവിക്കുവാനും, അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ രോഗങ്ങളും മറ്റു മാറാവ്യാധികളും ഒക്കെ പിടിപെട്ടുകൊണ്ട് പ്രയാസങ്ങളിൽ അകപ്പെടാതെയും നല്ല നല്ല കാര്യങ്ങൾ ധാരാളമായി ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യുവാനുള്ള തൗഫീഖ് കിട്ടുകയും, അങ്ങനെ പിൽക്കാലത്ത് ഞാൻ മരിച്ചാലും നല്ലൊരു ഖ്യാതിയും പേരും അത് ഉദ്ദേശിച്ചുകൊണ്ടല്ലെങ്കിലും വിശ്വാസികളുടെ മനസ്സിൽ നമ്മെക്കുറിച്ച് നിലനിൽക്കുന്ന വിധത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ബറക്കത്ത് നിറഞ്ഞതാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും ഈ പറയുന്ന 3 ഗുണങ്ങൾ അതിലുണ്ട്. എല്ലാം വിശദീകരിക്കേണ്ടതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയൊക്കെ നമ്മൾ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തണം. ഒരു 6-7 വിധത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, അവരിലെ രോഗികളെ നമ്മൾ സന്ദർശിക്കണം. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എവിടെയൊക്കെയുണ്ടെന്ന് ആദ്യം അറിയണ്ടേ? എവിടെയൊക്കെയുണ്ട് എന്ന് അറിയാത്ത ലോകമാണിന്ന്.
ആലോചിക്കുക, എത്ര പേർക്കറിയാം? നമ്മുടെ മക്കൾക്ക് എത്ര പേർക്കറിയാം? അതുകൊണ്ട് അത് പഠിച്ചേ പറ്റൂ. എന്നിട്ട് എന്ത് ചെയ്യണം? അവരിൽ ഒരാ രോഗിയാണോ പോയി കാണണം. അവരിലെ പാവങ്ങളാവും എല്ലാവരും കുടുംബക്കാരിൽ ഒരേ സാമ്പത്തിക നിലവാരത്തിലാവില്ല. അവരിലെ കഷ്ടത അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കണം. അതേപോലെ തന്നെ അവരിലെ ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. അവരുടെ സന്തോഷത്തിലും സന്താപത്തിലുമൊക്കെ നീയും പങ്കാളിയാവണം. അതുപോലെ തന്നെ അവർക്കിടയിൽ, കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വല്ലയിടത്തും വല്ലരും തമ്മിൽ വിണ്ടു നിൽക്കുന്നുണ്ടോ, അകന്നു നിൽക്കുന്നുണ്ടോ, അത് കത്തിക്കാനല്ല നീ ശ്രമിക്കേണ്ടത്. അതിൽ ഒരു പക്ഷം ചേർന്നുകൊണ്ട് നീ ഒരു ഭാഗം കത്തിച്ച് മറ്റവനെതിരെയുള്ള മൂർച്ച കൂട്ടാനല്ല നീ ശ്രമിക്കേണ്ടത്. മറിച്ച് കുടുംബ ബന്ധങ്ങൾക്കിടയിൽ എവിടെയെങ്കിലുമൊക്കെ വിള്ളൽ വന്നിട്ടുണ്ടോ, നീ മസ്ലഹത്തിന് വേണ്ടി ശ്രമിക്കണം. നീ അവർക്കിടയിൽ സുൽഹുണ്ടാക്കണം. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെയുള്ള കടമകളും കടപ്പാടുകളും ഏറെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു കടപ്പാട് ശേഷം നമുക്ക് വിശദീകരിക്കുവാനുമുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിന്റെ പുറമെ നാം എന്ത് ചെയ്യണം? നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് മനസ്സിലാക്കുക. കുടുംബങ്ങളിലെ കഷ്ടപ്പെടുന്ന ആളുകളെ പരിഗണിക്കാതെ പുറമേക്ക് സദഖ ചെയ്യുവാൻ എമ്പൽ കൊള്ളുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വന്തം കുടുംബത്തിലെ പ്രയാസങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് പുറമെയുള്ളവരെ സഹായിക്കുന്നതിലല്ല പുണ്യമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സദഖത്തു അലൽ മിസ്കീനി സദഖ. ഒരു ദരിദ്രനായ പാവപ്പെട്ട മനുഷ്യന് നീ വല്ലതും ധർമ്മം കൊടുക്കുന്നത് അതിനൊരു ധർമ്മത്തിന്റെ കൂലിയെ കിട്ടുകയുള്ളൂ. അതേ അവസരത്തിൽ വഅലൽ ഖരീബ്, നിന്റെ കുടുംബ ബന്ധത്തിലെ പ്രയാസപ്പെടുന്ന വല്ല ആളുകൾക്കും നീ സഹായിക്കുകയാണെങ്കിൽ, സദഖ ചെയ്യുകയാണെങ്കിൽ അത് സദഖ, അതിന് ധർമ്മത്തിന്റെ കൂലിയുമുണ്ട്. വസിലത്തുൻ, കുടുംബ ബന്ധം ചേർത്തതിന്റെ മഹത്തായ പ്രതിഫലം നമ്മൾ കേട്ടല്ലോ, അതും ലഭ്യമാകും. ആലോചിച്ചു നോക്കൂ, അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ചില അസറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലഅന്ന സിലാഹൻ മിൻ ഇഖ്വാനി, എന്റെ കുടുംബ ബന്ധങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരനെ ഒരു ദിർഹം കൊടുത്തുകൊണ്ട് സഹായിക്കുന്നതാണ് അഹബ്ബ ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം, മിൻ അൻ തസദ്ദഖ ബി20 ദിർഹമ, പുറമെയുള്ള ആളുകൾക്ക് 20 ദിർഹം കൊടുക്കുന്നതിനേക്കാളും എന്റെ രക്തബന്ധത്തിലും കുടുംബ ബന്ധത്തിലും കഷ്ടപ്പെടുന്നവർക്ക് 1 ദിർഹം കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുവാൻ, സമാധാനമുണ്ടാകുവാൻ, ഐശ്വര്യമുണ്ടാകുവാൻ, മാനസികമായ ഉല്ലാസമുണ്ടാകുവാൻ, ആനന്ദമുണ്ടാകുവാൻ, കുടുംബ ബന്ധങ്ങളിലെ സൗഹൃദങ്ങൾ എപ്പോഴും പച്ചപിടിച്ച് വളരെ ജീവസ്വത്തരായി നിലനിൽക്കുവാൻ ആവശ്യമായ നിലക്കുള്ള അധ്യാപനങ്ങളാണ് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് ഈ കുടുംബ ബന്ധങ്ങളെയും ഒക്കെ നിങ്ങൾ പൊട്ടാതെ അത് വളരെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ ആശയമെന്ന് ഞാൻ നിങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായ നിലക്ക് അള്ളാഹു നമ്മോട് അവന്റെ റസൂലിലൂടെയും പഠിപ്പിച്ചിട്ടുള്ള സിലത്തുൽ അർഹാമിന്റെ ഭാഗങ്ങളെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കുന്നവരാകുവാൻ നാം എപ്പോഴും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ ഏവരെയും തഖ്വയുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ അവരെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണണം എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ എത്ര പേരത് ചെയ്യാറുണ്ട്? ബന്ധങ്ങൾ അന്വേഷിച്ച് നടക്കണം. എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ പോകണം. അവരുമായി സംസാരിക്കണം, അവരുമായി ബന്ധപ്പെടണം. തീരെ സന്ദർശിക്കാൻ കഴിയാത്തത്ര വിദൂര ദേശങ്ങളിലാണെങ്കിൽ ഇടയ്ക്കിടെ അവരുമായി ഇന്നത്തെ അധുനാധുന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടേയിരിക്കണം. അന്വേഷണങ്ങൾ ഉണ്ടാകണം, സഹായങ്ങൾ ഉണ്ടാകണം. ഇങ്ങനെയാണ് ഇത് നിലനിർത്തുവാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് ഇനി ഓർമ്മപ്പെടുത്തുവാനുള്ളത്.
കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുവാൻ ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് പലർക്കും. വാട്സപ്പ് സംവിധാനങ്ങളൊക്കെ വന്നപ്പോ കുടുംബ കൂട്ടായ്മകളുടേതായ ഗ്രൂപ്പുകളൊക്കെ ഇന്ന് സജീവമാണ്. അതുകൊണ്ട് ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എത്രത്തോളം അതൊക്കെ ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തിയിൽ എത്തുന്നുണ്ട് എന്നും അതുകൊണ്ടൊക്കെ പലപ്പോഴും അതിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മുടെ പരലോകത്തിന് ഉപകരിക്കുന്ന വിധത്തിലും അല്ലാഹുവിങ്കൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭ്യമാകുന്ന വിധത്തിലുമൊക്കെ എത്ര പേര് അത്തരം കുടുംബ വാട്സപ്പ് കൂട്ടായ്മകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് ഓരോരുത്തരുമെന്ന് പരിശോധിക്കുന്നത് നന്നാകും. മറ്റൊന്നിവിടെ കാണാറുള്ളത് കുടുംബ സംഗമങ്ങളാണ്. ഇന്ന് അതിന്റെ ഒരു കാലമാണ്. ഓഡിറ്റോറിയങ്ങളിൽ ക്ഷണക്കത്തുകൾ മുമ്പേ നൽകിക്കൊണ്ട് ഇന്ന് തറവാട്ടുകാരുടെ കുടുംബ സംഗമം നടക്കാൻ പോകുന്നു എന്ന പേരിൽ വമ്പിച്ച കുടുംബ സംഗമങ്ങൾ നടക്കുന്നു. ഞാനതിനെതിരുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ അതുകൊണ്ട് നമുക്ക് നേട്ടമാണോ ഉള്ളത്, കോട്ടമാണോ ഉള്ളത്? ഒരു കുടുംബ സംഗമത്തിൽ ഒരു ദിവസം ഒരുമിച്ചു കൂടിയത് കൊണ്ട് ആ കുടുംബ ബന്ധങ്ങളെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പോലും കഴിയുന്നില്ല. എത്രയോ അകന്ന ബന്ധങ്ങൾ, അകന്നവരല്ല അടുത്തവരാണ്. അപ്പയുടേതായി ബന്ധപ്പെട്ട ഒരുപാട് കണ്ണികൾ അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എളാപ്പ, മൂത്താപ്പ, അങ്ങനെ അവരുടെ മക്കൾ ഇങ്ങനെ പോയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഉമ്മ വഴിക്കുള്ളത് ആർക്കാണിത് സംസാരിക്കാനും കാണാനും പരിചയപ്പെടാനും ഒരു കുടുംബ സംഗമത്തിലെ വേദി കൊണ്ട് കഴിയുന്നുണ്ടോ? ഇല്ല. പിന്നെ അവിടെ നടക്കുന്നത് എന്താണ്? അവിടെ ചിലരൊക്കെ പാട്ടുപാടും, കഥകൾ പറയും. കുട്ടികളൊക്കെയാണ് അതേപോലെയുള്ള പല മത്സരങ്ങളും ചില സതുപദേശങ്ങളും ഒക്കെ നടക്കും. അതിലേറെ പലയിടങ്ങളിലും ഭൂനിവാസങ്ങളും നടക്കും. അതേപോലെ തന്നെ ആണും പെണ്ണും ഒക്കെ ഇടകലർന്ന് ഡാൻസുകളും പാട്ടുകളും ഇന്നത്തെ ചില കല്യാണ പന്തലുകളിൽ കാണുന്നില്ലേ, കല്യാണത്തിന്റെ സ്റ്റേജുകളിൽ കാണുന്നില്ലേ? നിക്കാഹ് അവിടെ നടന്ന് നിക്കാഹിന്റെ ശേഷം ആളങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ പിന്നെ അവിടെ ആണിനെയും പെണ്ണിനെയും പ്രദർശിപ്പിച്ചുള്ള കൂത്താട്ടമല്ല നടക്കാറുള്ളത്. ഇതേപോലെ ഇന്ന് കുടുംബ സംഗമങ്ങളിലും പലപ്പോഴും അങ്ങനെയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ അത്തരം കുടുംബ സംഗമങ്ങൾ കൊണ്ട് കുടുംബബന്ധം ചേർക്കുന്നതിന്റെ കൂലിയല്ല ലഭിക്കുക, മറിച്ച് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആളുകളെ വിളിച്ചുകൂട്ടി പണം ചെലവഴിച്ചു എന്നുള്ളതിന്റെ ശിക്ഷയാണ് ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ലോകത്ത് കുടുംബ സംഗമം നടത്തുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി കൽപ്പിച്ചത് ആരോടാണെന്നോ? ഞാനും നിങ്ങളും ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്. ആ കുടുംബ സംഗമം എങ്ങനെ നടന്നു എന്ന് നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ശുഅറായിൽ ഒരായത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. വഅൻദിർ അശീറതകൽ അഖറബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണേ, കുടുംബ സംഗമം വിളിച്ചു കൂട്ടാൻ നീ മുന്നറിയിപ്പ് കൊടുക്കൂ പ്രവാചകരെ. അശീറതകൽ അഖറബീൻ, നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ വിളിച്ചുകൂട്ടൂ, അവർക്ക് താക്കീത് നൽകൂ. അല്ലാഹുവിന്റെ റസൂലിന് വഹീ കിട്ടുകയാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് അവതരിച്ചപ്പോൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ പ്രസിദ്ധമായ അന്നത്തെ സഫാ കുന്നിന്റെ മുകളിലേക്ക് കയറിയിട്ട് എല്ലാവരെയും വിളിച്ചു. കുടുംബ സംഗമം വിളിച്ചു കൂട്ടുകയാണ് സഫാ കുന്നിന്റെ മുകളിലേക്ക്. കേട്ടവര് വന്നു, വരാൻ കഴിയാത്തവർ പ്രതിനിധിയെ അയച്ചുകൊണ്ട് അവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങി. എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബ സംഗമത്തിന്റെ പ്രസംഗം നടത്തുകയാണ്. ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് വലിയൊരു കാര്യം പറയാനാ. ഈ പർവ്വതത്തിന്റെ പിന്നിൽ എന്ന ഒരു ശത്രു നിങ്ങളെ മുഴുവനും അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി പതിയിരിപ്പുണ്ട്. അവരിപ്പോ ഇങ്ങോട്ട് കയറി വന്ന് അറ്റാക്ക് ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം കേട്ടപ്പോൾ സദസ്സിലെ പുരുഷാരം ഒന്നടങ്കം പറഞ്ഞു, പിന്നെ ഞങ്ങൾ എന്തിനാ നിന്നെ അവിശ്വസിക്കുന്നത്? നീ നല്ലൊരു മോനല്ലേ, സത്യം മാത്രം പറയുന്ന ആളല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പ്രശംസാവാചകങ്ങൾ ചൊരിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ സംഗമം വിളിച്ചുകൂട്ടിയതിന്റെ ലക്ഷ്യം തുറന്നു പറഞ്ഞു. എങ്കിൽ നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണല്ലോ, എങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ ഒരു കാര്യം പറയാനാ ഞാൻ ഈ കുടുംബങ്ങളെ നിങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടിയത്. പരലോകം വരാനുണ്ട്. ഏകനായ നാഥനെ മാത്രം ആരാധിക്കുന്നവർക്ക് സ്വർഗം കിട്ടും, അവിടെ അല്ലാത്തവർക്ക് നരകമായിരിക്കും. സ്വാഭാവികമായും എന്തായിരിക്കും ഉണ്ടാവുക? നമ്മുടെ ഒരു കുടുംബ സംഗമം വിളിച്ചുകൂട്ടി, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം അങ്ങനെ പറഞ്ഞു, എല്ലാവരും കൈയടിക്കും, വിസിലടിക്കും, വളരെ സന്തോഷം പറയും, ഹർഷാരവം മുഴക്കും. അതേ അവസരത്തിൽ നിങ്ങൾ അവിടെ വെച്ച് അവിടെ കൂടിയ ആളുകൾക്ക് പിടിക്കാത്ത, അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ആശയങ്ങൾ
തങ്ങൾ പറഞ്ഞാലോ എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കും. ചിലരൊക്കെ ഇറങ്ങിപ്പോകും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബക്കാരോട് ഈ കാര്യം ആദ്യമായി പറഞ്ഞപ്പോ ഉടനെ എഴുന്നേറ്റു. അബൂലഹബ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് മുഹമ്മദ് മുസ്തഫയുടെ ഇരുമുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, റബ്ബൻ ലക്, നിനക്ക് നാശം മുഹമ്മദ്, അലിഹാദാ ജമഅതനാ, ഇത് പറയാനാ ഇങ്ങോട്ട് ഞങ്ങളെ വിളിച്ചുകൂട്ടിയത്, ഇത് പറയാനാ നീ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചുകൂട്ടിയത്, നിനക്ക് നാശം എന്ന് പറഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കി നിന്ദിക്കുന്ന വാചകം ഉദ്ഘാടനം ചെയ്ത ശപിക്കപ്പെട്ടവനാണ് അബൂലഹബ്. ആ അവസരത്തിൽ അല്ലാഹു തആല ആയത്തിറക്കി, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അവൻ ഉപയോഗിച്ച അതേ പദപ്രയോഗത്തിലൂടെ തിരിച്ചടി കിട്ടി. അബൂലഹബിന്റെ നാശം, അവൻ നശിക്കട്ടെ, അവന്റെ ഇരു കൈകളും നശിക്കട്ടെ. വലിയ പണക്കാരനാണെന്നുള്ളത് കൊണ്ടല്ലേ ഇവിടെ പ്രതികരിച്ചത്. അവന്റെ പണം കൊണ്ട് അവൻ ഒന്നും നേടാനാവില്ല. ഇനി വലിയ തടിമാടന്മാരായ ആരോഗ്യ ദൃഢഗാത്രരായ മക്കളുണ്ട് എന്നുള്ളതല്ലേ ഇതൊക്കെ പറയാൻ അവനെ പ്രേരിപ്പിച്ചത്. അവന്റെ മക്കളെ കൊണ്ടും അവനൊരു ഉപകാരവും കിട്ടില്ല. നരകത്തിയിൽ അവൻ കടന്നെരിയും. അവൻ മാത്രല്ല, അവന്റെ ഭാര്യയുണ്ടല്ലോ, അവളും അങ്ങനെ തന്നെയായിരിക്കും എന്ന് വിശുദ്ധ ഖുർആനിലെ നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ മസദിന്റെ അവതരണം പ്രഥമ കുടുംബ സംഗമത്തിലെ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ അത് കേട്ടിട്ടൊന്നും പിന്മാറിയില്ല. നമ്മളങ്ങനെയാണല്ലോ. നമ്മളൊരു നല്ല കാര്യം ഒരാളോട് പറഞ്ഞു, കുടുംബക്കാരോട് പറഞ്ഞു, ഏറ്റവും അടുത്തവരോടായി ഇത് ആദ്യം പറയേണ്ടത്. എന്തുകൊണ്ട്? നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെയാണ്. നമ്മുടെ കുടുംബങ്ങളോടാണ് നമുക്ക് ഏറ്റവും സ്നേഹം. അതുകൊണ്ട് ഞാൻ പോകുന്ന സ്വർഗത്തിൽ എന്റെ കുടുംബമുണ്ടാകണം, ആഗ്രഹമാണല്ലോ എനിക്കുണ്ടാകേണ്ടത്. നാട്ടുകാരോടൊക്കെ ഞാൻ പറയുന്നുണ്ട്, എന്റെ കുടുംബത്തിലെ അപാകതകൾ ഞാൻ വിമർശിക്കുന്നില്ലെങ്കിൽ, തിരുത്തുന്നില്ലെങ്കിൽ, നന്മകൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ എനിക്കെന്ത് ആത്മാർത്ഥതയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് മുസ്തഫയോട് അള്ളാഹു കൽപ്പിച്ചത്, നബിയെ, മറ്റുള്ളവരോടൊക്കെ താക്കീര് നടത്തുന്നതിനേക്കാൾ ആദ്യം നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് ഈ താക്കീര് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രതികരണം കുടുംബക്കാരിൽ നിന്നുണ്ടായി എന്ന നിലക്ക് പിൻവാങ്ങി മാളത്തിൽ ഒളിച്ചതൊന്നുമില്ല. തന്റേതായ ദൗത്യം നിർവഹിക്കാതെ ഇനി ഇതൊക്കെ നിർത്തിവെക്കണം. ഇതൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടാവില്ല എന്ന് വിചാരിച്ച് കുടുംബങ്ങളൊക്കെ തെറ്റും എന്ന് വിചാരിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയില്ല. സഫാ കുന്നിന്റെ താഴെ ഇറങ്ങി വീണ്ടും ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്ക്, തഫ്സീറുകളിൽ പരിശോധിച്ചു നോക്ക്. അവിടുന്ന് അങ്ങോട്ട് കുടുംബ സംഗമങ്ങളുടെ ഓരോരോ ഘട്ടങ്ങളായിരുന്നു. ഓരോരുത്തരെ വിളിച്ചു വരുത്തി. അബ്ദുമനാഫിന്റെ സന്തതികളെ, ഖുറൈശിന്റെ മക്കളെ, ഫിഹ്റിന്റെ മക്കളെ, ലുഅയ്യിന്റെ സന്തതികളെ, ഇങ്ങനെ ഓരോ കുടുംബങ്ങളെയും വിളിച്ചു. ഓരോരുത്തരെ വിളിച്ചിട്ടും പറഞ്ഞു, അൻഖിദു അൻഫുസകും മിനന്നാർ, നിങ്ങളൊക്കെ നിങ്ങളുടെ തടിയെ നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിച്ചുകൊള്ളണം. ലാ അംലികു ലക്കും മിനല്ലാഹി ശൈഅ, അല്ലാഹുവിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് നേടിത്തരാൻ എന്റെ കുടുംബക്കാരാണ് നിങ്ങളെന്ന നിലക്ക് നിങ്ങൾ നന്നായിട്ടില്ലെങ്കിൽ അള്ളാഹിന്റെ അടുക്കലുള്ള ശിക്ഷയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. കൂട്ടത്തിൽ മോള് ഫാത്തിമയുണ്ട്. ആരാ ഫാത്തിമ? എന്റെ കരളിന്റെ കഷ്ടമാണ്, എന്റെ കരളിന്റെ തുണ്ടമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ മോളെ വിളിച്ചിട്ട് പ്രത്യേകം പറഞ്ഞു, മോളെ, ഈ പറയുന്നതൊക്കെ അവരെക്കാൾ നിനക്ക് ബാധകാണ്. ഫാത്തിമ, എന്റെ പൊന്നുമോളെ, നീ എന്റെ കരളിന്റെ കഷ്ടമാണ്. പക്ഷേ അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ തടിയും നീ നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണം. ഫഇന്നീ ലാ അംലികു ലകി മിനല്ലാഹി ശൈഅ, അല്ലാഹുവിന്റെ കോടതിയിൽ അവൻ നിനക്ക് ശിക്ഷയാണ് വിധിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് എന്റെ ബാപ്പന്റെ മോളല്ലേ എന്ന നിലക്ക് നിന്നെ രക്ഷപ്പെടുത്താനൊന്നും എനിക്ക് പറ്റൂല. സ്വയം നന്നായിക്കൊള്ളണം എന്ന് കുടുംബക്കാരോട് പറയാം. ഇതിനാണ് കുടുംബ സംഗമങ്ങൾ. ഇത് നമ്മിൽ എത്ര പേര് നിർവഹിച്ചു? ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കുടുംബങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിക്കെതിരെ അതിശക്തമായ നിലക്കുള്ള പടയോട്ടങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോ എത്രത്തോളം മടവൂരാണ് ഞങ്ങളുടെ പടച്ചോനെന്നവരെ ആടിപ്പറയുന്ന ആളുകൾ വളർന്നു വരുമ്പോ നിങ്ങളറിയുമോ, 2 ദിവസമായില്ലേ വൈറലായി ഒരു പാട്ട് നടക്കുന്നു. മടവൂരാരാ പടച്ചോനാണോ എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ അതെ അതെ അതെ, മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ എന്ന് ഞങ്ങൾ ഉറക്കെ ഉറക്കെ പറയുമെന്ന് പാട്ട് പാടി ഇവിടെ കേരളത്തിലെ ഒരു മുസ്ലിയാർ വർഗം നടക്കുകയാണ്. സഹോദരങ്ങളെ, എത്ര ഗുരുതരമാണ് നമ്മുടെ ഉമ്മത്തിന്റെ കാര്യം, എത്ര കഷ്ടമാണ്. ലോകത്ത് ഒരാളും പറയാത്തത്, അറേബ്യൻ മുശ്രിക്കുകൾ പോലും അവരുടെ പടച്ചവൻ
അള്ളാഹുവാണെന്നല്ലാതെ അവരാരാധിക്കുന്ന വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ദൈവങ്ങളാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആലോചിച്ചു നോക്കണം എത്രത്തോളം അപകടകരമായ ഒരു പ്രവണത സമൂഹത്തിൽ വിശ്വാസ രംഗത്തും ആചാരരംഗത്തും സാംസ്കാരിക മേഖലയിലും കുത്തൊഴിഞ്ഞു കിടക്കുമ്പോ നമ്മളിതാ കുടുംബങ്ങളുടെ തിരികിട്ടാൻ, എല്ലാവരും നമ്മളെ സ്നേഹിക്കാൻ, എല്ലാവരുടെയും അളിയാക്കയും മൂത്താപ്പയും മലയമയും ഒക്കെ ആവാൻ, എല്ലാവരും നമ്മെ സ്നേഹിക്കാൻ, ആരും നമ്മെ വെറുക്കാതിരിക്കാൻ, സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്കെതിരെ ഒരക്ഷരം ഉരിയാടാതെ എല്ലാത്തിന്റെയും കൂടക്കൂടികളായി മാറുന്നുവെങ്കിൽ നമുക്കൊക്കെ പരലോകത്ത് ഭാരതന്മാരായ അമ്പിയാവും ശുഹദാവും സിദ്ദീഖുകളും സാലിഹീങ്ങളും ഒക്കെ കടന്നു കയറിയ സ്വർഗത്തിലേക്ക് അടുക്കാൻ നമുക്ക് സൗഭാഗ്യമുണ്ടാകുമോ? എത്രത്തോളം നമ്മുടെ ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക. ഈ ബാധ്യതയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എല്ലാ സഹായങ്ങളും നമ്മുടെ കുടുംബത്തിന് കൊടുക്കുന്നതിന്റെ പുറമെ ആദർശപരമായിട്ട് അവരോട് സത്യം തുറന്നു പറയുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും കടമയല്ല. നമ്മൾ പറഞ്ഞതുകൊണ്ട് കുടുംബം നന്നാവോ? നമ്മൾ പറഞ്ഞതുപോലെ കുടുംബം മാറൂല. അത് എന്റെ കഴിവിൽപ്പെട്ടതല്ല, നിങ്ങളുടെയും കഴിവിൽപ്പെട്ടതല്ല. 950 കൊല്ലം ഈ ലോകത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ചു പടവരുതിയ മഹാനായ ഒരു പ്രവാചകനുണ്ടല്ലോ, നൂഹ് നബി അലൈഹിസ്സലാം. ഒരുപാട് ആളുകളെ അദ്ദേഹം നന്നാക്കി. പക്ഷേ സ്വന്തം മകനോട് മരണം വരെ പറഞ്ഞു നോക്കി, മകൻ നന്നായില്ല. അവൻ മുങ്ങിക്കത്തു കാഫിറായിട്ട്. നൂഹ് നബിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു തകരാറുമില്ല. പക്ഷേ അദ്ദേഹം പറയേണ്ട ദൗത്യം നിർവഹിച്ചു. അവിടെയാണ് ചോദ്യം, നമ്മൾ അത് നിർവഹിച്ചോ? നമ്മൾ പറയാറുണ്ടോ കേട്ടവർ നന്നായോ ഇല്ലേ എന്ന് എന്നോടും നിങ്ങളോടും അല്ലാഹു ചോദിക്കൂല, ഒരു നബിയോട് പോലും ചോദിക്കൂല. അതുകൊണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള കുടുംബബന്ധം ചേർക്കൽ. അവിടെ ദുന്യവിയും മുഖറവിയുമായ കാര്യങ്ങളിൽ ഏതൊക്കെ നിലക്ക് ബന്ധം ചേർക്കണമെന്ന് പറഞ്ഞോ, ആ ബന്ധങ്ങളൊക്കെ നിലനിർത്തുവാൻ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ഈമാൻ പൂർണ്ണമാകണം, അങ്ങനെ നമുക്ക് സ്വർഗം കരസ്ഥമാകണം, അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി നേടിയ സൗഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ സാധുക്കളായ നമുക്കും ഇടം ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പോരായ്മകളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, മറ്റു ബന്ധപ്പെട്ട എല്ലാവരുടെയും ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ റബ്ബനാ ഇഗ്ഫിർ ലനാ ദുനൂബനാ وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.